നമസ്കാരം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹതകൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. സ്വർണ്ണമോഷണ കേസിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുൻ അറസ്റ്റിലാകുകയും ചെയ്തതോടെയാണ് ഇത് സംബന്ധിച്ച സംശയങ്ങൾ വീണ്ടും ഉയർന്നത്. ഇതോടെ CBI അന്വേഷണത്തിനെതിരെ അടക്കം ബാലുവിന്റെ പിതാവ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പശ്ചാത്തലത്തിലൊന്നും തനിക്ക് ചുറ്റും നടക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ബാലുവിന്റെ ഭാര്യ ലക്ഷ്മി തയ്യാറായിരുന്നില്ല. അപകടത്തിന് ശേഷം ഇതാദ്യമായി അവർ പരസ്യമായി ഒരു മാധ്യമത്തിന് മുന്നിൽ വരികയാണ്. മനോരമ ന്യൂസ് ചാനലിലാണ് ലക്ഷ്മി ആദ്യമായി പ്രതികരിച്ചത്. അപകടം നടന്ന് ഇത്ര നാളായിട്ടും വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി എന്തുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്നില്ല എന്നത് അടക്കമുള്ള നിരവധി ചോദ്യങ്ങൾക്കാണ് മനോരമയിലൂടെ ലക്ഷ്മി മറുപടി നൽകുക. ഇന്ന് വൈകുന്നേരം ചാനൽ ലക്ഷ്മിയുടെ അഭിമുഖം സംപ്രേഷണം ചെയ്യും. താനൊരു സാധാരണക്കാരിയാണെന്നും ഒരാൾക്കും ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ ഒന്നും പറയാനാകില്ലെന്നും ലക്ഷ്മി മനോരമയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി തനിക്കൊന്നും നോക്കാനില്ല, തൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും മുഖം മാത്രം ആലോചിച്ചാൽ മതിയാകുമെന്നും ലക്ഷ്മി വേദനയോട് പറഞ്ഞു. ലക്ഷ്മിയെ ആരോ ഭീഷണിപ്പെടുത്തുന്നു എന്ന വിധത്തിൽ വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മുൻ ഡ്രൈവർ അർജുൻ്റെ അറസ്റ്റിലടക്കം ലക്ഷ്മി പ്രതികരിച്ചേക്കും. ഡ്രൈവർ അർജുൻ്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് വയലിനിസ്റ്റ് ബാലഭാസ്കറിനും ഭാര്യ ലക്ഷ്മിക്കും അറിയാമായിരുന്നുവെന്ന് CBI അന്വേഷണം കണ്ടെത്തിയെന്ന റിപ്പോർട്ടും നേരത്തെ പുറത്തു വന്നിരുന്നു. അർജുനെ ഡ്രൈവറായി നിയമിക്കുന്നതിനെ തുടക്കത്തിൽ ലക്ഷ്മി എതിർത്തിരുന്നുവെന്നും CBI അന്വേഷണ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അർജുൻ അറസ്റ്റിലായതോടെ ബാലഭാസ്കറിന്റെ മരണത്തിന് സ്വർണ്ണ റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന ചർച്ചകൾ ഉയരുന്നതിനിടയിലാണ് CBI റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. എൻ്റെ ഭർത്താവ് അർജുനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് ഡ്രൈവറായി ജോലി നൽകാനാണ്. ചെർപ്പളശ്ശേരി പോലീസിൽ രജിസ്റ്റർ ചെയ്ത ATM മോഷണ കേസിൽ അർജുന് പങ്കുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതിനാൽ ഞാൻ അർജുൻ്റെ നിയമനത്തെ എതിർത്തു. എന്നാൽ സ്വയം തിരുത്താനുള്ള ശ്രമത്തിലാണ് അർജുനെന്നും നല്ല വ്യക്തിയാണെന്നും പറഞ്ഞ് ബാലുവിൻ്റെ അഭ്യർത്ഥന നിരസിച്ചു. CBIക്ക് നൽകിയ മൊഴിയിൽ ലക്ഷ്മി പറഞ്ഞു. അപകട സമയത്ത് താനാണ് കാർ ഓടിച്ചിരുന്നതെന്ന് അർജുൻ ആദ്യം സമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇത് തിരുത്തി. ബാലുവാണ് കാർ ഓടിച്ചത് എന്നാണ് അർജുൻ പറഞ്ഞത്. ഇത് ശരിയല്ല, ബാലുവാണ് ഡ്രൈവ് ചെയ്തതെന്നും അപകടത്തിൽ പരിക്കേറ്റ തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് അർജുൻ തൃശൂരിലെ മോട്ടോർ ആക്സിഡൻറ്റ്സ് ക്ലെയിംസ് ട്രൈബ്യൂണലിൽ ഹർജി നൽകിയെന്നായിരുന്നു അറിഞ്ഞതെന്നും ലക്ഷ്മിയുടെ മൊഴിയിൽ പറയുന്നുവെന്നാണ് വാർത്ത. ഈ റിപ്പോർട്ടിലടക്കം ബാലുവിൻ്റെ ഭാര്യ പ്രതികരണം നടത്തിയേക്കും. ബാലഭാസ്കറുടെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ കാർ ഓടിച്ചിരുന്ന അർജുൻ K. നാരായണൻ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിലാണ് അറസ്റ്റിലായത്. ഇതിനു പിന്നാലെ ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് റാക്കറ്റിന് ബന്ധമുണ്ടെന്ന ആക്ഷേപം ചർച്ചയായി. പ്രിയ വേണുഗോപാലാണ് ഈ വിവരം പുറത്തുവിട്ടത്. ബാലഭാസ്കറിന്റെ അച്ഛൻ KC ഉണ്ണിയും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിനോ മറ്റാർക്കെങ്കിലുമോ ബന്ധമുള്ളതായി കണ്ടെത്താനായില്ലെന്നാണ് CBI കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ശാസ്ത്രീയ തെളിവുകൾ തള്ളിയിട്ടും പരസ്പര വിരുദ്ധമായ മൊഴികൾ തുടർച്ചയായി പറഞ്ഞ അർജുന്റെ ഉദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിഗണിക്കേണ്ടതായിരുന്നുവെന്ന് ബാലഭാസ്കറിന്റെ കുടുംബം പറയുന്നു. ബാലുവിന്റെ മരണത്തിൽ ഹൈക്കോടതി 20 സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതുമായാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ സംശയങ്ങൾ CBI അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഇനിയും പുറത്തു വന്നിട്ടില്ല. ഈ സംശയങ്ങളിൽ വ്യക്തമായ തെളിവൊന്നും CBIക്ക് കിട്ടിയില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റേത് കൊലപാതകമാണെന്ന് ആവർത്തിച്ച് പിതാവ് ഉണ്ണിയും രംഗത്ത് വന്നിരുന്നു. മകന്റെ മരണത്തിൽ തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ പിടിയിലായവരിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറും ഉൾപ്പെട്ടിരുന്നു. സ്വർണ്ണ കവർച്ച കേസിൽ മറ്റു പ്രതികൾക്കൊപ്പം ചെർപ്പളശ്ശേരി മുതൽ വാഹനം ഓടിച്ചത് തൃശൂർ സ്വദേശിയായ അർജുനായിരുന്നു. ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ മുൻപും പല കേസുകളിൽ പ്രതിയായിരുന്നു. അപകടത്തിന് ശേഷമാണ് ഈ കേസുകളെക്കുറിച്ച് അറിയുന്നത്. അർജുന്റെ അറസ്റ്റോടെ കൊലപാതകമെന്ന സംശയം ബലപ്പെടുകയാണെന്നും ഉണ്ണി പറഞ്ഞിരുന്നു. CBIയും സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. അർജുന് പിന്നിൽ വലിയൊരു മാഫിയ ഉണ്ടെന്നായിരുന്നു പിതാവ് ഉണ്ണിയുടെ സംശയം. 2018 സെപ്റ്റംബർ 25-നാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ ദേശീയപാതയിൽ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ച് മരത്തിലിടിച്ച് അപകടമുണ്ടായത്. ബാലഭാസ്കർ, ഭാര്യ ലക്ഷ്മി, മകൾ തേജസ്വിനി ബാല, ഡ്രൈവർ അർജുൻ എന്നിവരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. 2 വയസ്സുകാരി തേജസ്വിനി ബാല സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ ഒക്ടോബർ 2-ാം തീയതിയും മരണത്തിന് കീഴടങ്ങി. കേസിൽ അർജുൻ ഉൾപ്പെടെ നുണപരിശോധനയ്ക്ക് വിധേയരായിരുന്നു. എന്നാൽ വാഹനം ഓടിച്ചിരുന്നത് ആരാണെന്നത് സംബന്ധിച്ച് തുടക്കം മുതൽ സംശയങ്ങളുണ്ടായിരുന്നു. വാഹനം ഓടിച്ചത് ബാലഭാസ്കറാണെന്നായിരുന്നു അർജുൻ്റെ മൊഴി. എന്നാൽ അർജുനാണ് വാഹനം ഓടിച്ചതെന്ന് ബാലഭാസ്കറിന്റെ ഭാര്യയും നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതെല്ലാം സംശയങ്ങൾക്കിടയാക്കിയിരുന്നു. പിന്നീട് ശാസ്ത്രീയമായി തന്നെ അർജുനാണ് വണ്ടി ഓടിച്ചതെന്ന് തെളിയുകയും ചെയ്തു.